കൊച്ചന്നൂർ മന്ദലാംകുന്ന് PWD റോഡിൽ യാത്ര ദുഷ്കരം. ഭാരം കയറ്റി വന്ന ലോറി അടക്കം 3 വാഹനങ്ങളാണ് വ്യാഴാഴ്ച റോഡരികിൽ താഴ്ന്നത്. വാട്ടർ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ കൊച്ചന്നൂർ മുതൽ വടക്കേക്കാട് വരെ റോഡരികിൽ വലിയ ചാലുകീറിയാണ് ഗ്രൗണ്ട് പൈപ്പ് സ്ഥാപിച്ചിട്ടുള്ളത്. പൈപ്പ് സ്ഥാപിച്ചതിനുശേഷം ശാസ്ത്രീയമായി ചാല് നികത്താത്തതാണ് വാഹനങ്ങളുടെ ടയറുകൾ താഴാൻ പ്രധാന കാരണം. മഴ പെയ്തതോടെ റോഡിന് ഇരു സൈഡുകളിലും വെള്ളം കെട്ടി നിൽക്കുന്നതിനാൽ ഡ്രൈവർമാർക്ക് വാഹനം റോഡിൽ നിന്നും ഇറക്കുവാൻ കഴിയാത്ത അവസ്ഥയാണ്. ഇതുമൂലം പൊതുവെ വീതി കുറഞ്ഞ റോഡിൽ എതിരെ വരുന്ന വാഹനങ്ങൾക്ക് കടന്നുപോകാൻ കഴിയാത്ത അവസ്ഥയായതിനാൽ ഇവിടങ്ങളിൽ ഗതാഗതക്കുരുക്കും ഉണ്ടാകാറുണ്ട്. ബുധനാഴ്ച വൈകിട്ട് മെറ്റൽ കയറ്റി വന്ന ടോറസ് ലോറി താഴ്ന്നിരുന്നു. തുടർന്ന് ഇതിലെ മെറ്റലുകൾ മറ്റൊരു ടെമ്പോ പിക്കപ്പ് വിളിച്ച് അതിലേക്ക് മാറ്റി പോകുന്നതിനിടയിൽ എതിരെ വന്നിരുന്ന കാറിന് സൈഡ് കൊടുക്കുമ്പോൾ അതും താഴുകയായിരുന്നു. പിന്നീട് JCB വിളിച്ചാണ് പൊക്കിവെച്ചത്. കഴിഞ്ഞ ദിവസം യാത്രക്കാരുമായി പോകുകയായിരുന്ന ലൈൻ ബസും താഴ്ന്നിരുന്നു. ദീർഘനേരം കെട്ടിക്കിടന്നാണ് ഒരു ലോഡ് കയറ്റുന്നത്. അതും സ്കൂൾ സമയങ്ങളിൽ ഓടുവാനും കഴിയുകയില്ല. ഇത്തരം സാഹചര്യത്തിൽ ഇങ്ങനെയുണ്ടാകുന്ന ദുരന്തങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത്. മാത്രവുമല്ല, ചിലപ്പോൾ ജീവഹാനിക്ക് തന്നെ കാരണമാകും. ആയതിനാൽ കരാറുകാരെ കൊണ്ട് ശാസ്ത്രീയമായ രീതിയിൽ ചാലുകൾ മണ്ണിട്ട് തുറക്കുവാൻ അധികൃതർ തയ്യാറാകണമെന്നാണ് നാട്ടുകാരും ഡ്രൈവർമാരും ആവശ്യപ്പെടുന്നത്. അവര് തന്നെ വെറുതെ മൂടേണ്ടുള്ളൂ. ഏത് റോഡാണ് പണി കഴിഞ്ഞ് പിറ്റേന്ന് പൊളിക്കാത്തത്? ഈ നാട്ടുകാരുണ്ട്. അതെന്താണോ റോഡ് പണി കഴിയാൻ